സാറ് 2004-ലാണ് ആഹ്, എയർഫോഴ്സിൽ നിന്നും റിട്ടയർ ചെയ്തിട്ട് സാറ് വരുന്നത്. 2014. 2014 ആ. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് തന്നെ ഉം. 2004 തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു അതെ അതെ അല്ലേ? അതെ. ആരോഗ്യ സ്കൂൾ ഓഫ് യോഗ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2004 തന്നെയാണ്. അങ്ങനെ ഒരു ആഹ്, കൺസെപ്റ്റ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2004 തന്നെയാണ്. സ്കൂളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ 2000 റിട്ടയറായി നാട്ടിൽ വന്നതിന് ശേഷമാണ് ശേഷമാണ്. സ്കൂൾ. അപ്പോൾ ഈ റിട്ടയർ ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു സാർ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഉം. ഈ ഒരു പ്രാക്ടീസിങ് അല്ലെങ്കിൽ ടീച്ചിങ് ആ. എയർഫോഴ്സിലുള്ള പല സ്റ്റേഷൻസിലും നടത്തിയിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അതിനെപ്പറ്റിയുള്ള ഒരു അനുഭവം പറയാൻ പറ്റുമോ? അത് എത്രത്തോളം ആ അവരെ എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ട് ആ ഈ സർവീസിലുള്ളവരെ? ആ. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാനായിട്ട് സാധിക്കുമോ? എനിക്ക് ആദ്യമായി 2004 ഈ കോഴ്സ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ പെട്ടെന്നൊരു വാക്കൻസി വരുന്നു. യോഗ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യോഗ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കണം എന്ന് പറഞ്ഞിട്ട് എയർഫോഴ്സ് വൈസ് വെൽഫെയർ അസോസിയേഷൻ എന്നുള്ളൊരു ഓർഗനൈസേഷൻ നമുക്കുണ്ടായത്. എയർഫോഴ്സിലുള്ള ആൾക്കാരുടെ ഭാര്യമാർക്ക് എല്ലാവർക്കും കൂടെയുള്ളൊരു ഓർഗനൈസേഷനാണ്. അവിടെ അങ്ങനെ അപ്പോൾ ഞാൻ ആ ഓർഗനൈസേഷനിലോട്ട് ചെന്നു. പറഞ്ഞു ഇതുവരെ ആരും ഒരു യോഗയുടെ ക്വാളിഫിക്കേഷനുമായിട്ട് വന്നിട്ടില്ല. അന്നേരമാണ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനുമായിട്ട്. അപ്പം നിങ്ങളെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് എൻ്റെ ഒരു താല്പര്യമാണ്. ഒരിക്കലും ഇതിനകത്തൊരു ടീച്ചിങ് കോഴ്സ് നടത്താനോ ഒന്നുമല്ല ഞാൻ അതിലേക്ക് പോയത്. എൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ അവർക്ക് വലിയ സന്തോഷമായി. നെക്സ്റ്റ് മന്ത് തന്നെ നമുക്കവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കുറേ ഫൈറ്റർ പൈലറ്റ്സിൻ്റെ ഭാര്യമാർക്കാണ് ആദ്യമായി ഞാൻ ക്ലാസ് എടുക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഒരുപാട് പേഷ്യൻസ് വരാൻ തുടങ്ങി. ഈ പഠിച്ചു പോയവർ തന്നെ അവരുടെ ബന്ധുക്കളെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ രാജസ്ഥാനിൽ തന്നെ ഒരു നല്ല ജസ്റ്റ് TTC കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു എക്സ്പോഷർ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി ഗ്വാളിയർ വന്നപ്പോൾ വീണ്ടും ഒരുപാട് പേർക്ക് പഠിക്കണമെന്നുള്ളൊരു മോഹമായിട്ട് പലരും എന്നോട് വന്ന് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ഒരു ക്ലാസ് തുടങ്ങാമോ എന്ന് ചോദിച്ചു. കാരണം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്തായാലും അവരറിയും ഇങ്ങനെ ഒരാളാണ്. അപ്പോൾ അവിടെയും എനിക്ക് ക്ലാസ് എടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അത് കഴിഞ്ഞാണ് പിന്നെ തഞ്ചാവൂരിലേക്ക് വരുന്നത്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വരുമ്പോഴും ആൾക്കാർ അതിന്നൊരു നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. കാരണം അന്ന് ഒരു ആസ്ഥ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു TV ചാനൽ തന്നെ നോർത്ത് ഇന്ത്യയിൽ നന്നായിട്ട് പ്രചരിക്കുന്ന ഒരു സമയമായിരുന്നു. ആരംഭകാലത്ത്. അതെ 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 അതെ. അപ്പോൾ കുറച്ചുകൂടെ യോഗയോട് കുറച്ച് പിന്നെ ആൾക്കാർ ഒരു ഇത് പുലർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണ് അവിടെ നിന്നുള്ളൊരു തുടക്കം. സാർ അതുപോലെ ഇപ്പോൾ യോഗ ഇൻസ്ട്രക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുന്നതിനായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു യോഗ്യത ഇല്ലാത്തവരും ഈ ഒരു ഫീൽഡിൽ പഠിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതിലോട്ടൊന്ന് സാർ ഒന്ന് വിശദീകരിക്കാനായിട്ട് സാധിക്കുമോ? നമ്മളിപ്പോൾ ഒരു യോഗ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്ട്രക്ടറിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കാരണം ഇതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ നിന്നും ഉപരി ഇതിന്റെ ഒരു പ്രയോജനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേരണം. ഒരുപക്ഷെ അതാണ് സാറ് സ്ഥാപിച്ച ഈ ആരോഗ്യ സ്കൂൾ ഓഫ് യോഗ അതിന്റെ ഒരു മെയിൻ വിഷൻ അല്ലെങ്കിൽ മിഷൻ അത് തന്നെയാണ് അല്ലെ? യോഗമുള്ളവർക്ക് യോഗ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവർ ആ സ്ഥാപനത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് സാറിന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ അത് പഠിപ്പിക്കുന്നവർക്കും എന്താണ് നമ്മൾ ഒരു പുതിയ ഒരു വ്യക്തി ഇത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാറിന് അതൊന്ന് വിശദീകരിക്കാനായിട്ട് സാധിക്കും? തീർച്ചയായും. ഇന്ന് യോഗ ആക്ച്വലി ഒരു വിൽപ്പന ചരക്കായിട്ടാണ് മാറിയിരിക്കുന്നത്. കാരണം 2015 മുതലാണ് ആ ഒരു സീനിലേക്ക് യോഗ മാറുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ഒരു സംഗതി ആയതിനു ശേഷം 180 രാഷ്ട്രങ്ങളിൽ നമ്മൾ യോഗ ഡേ ഒക്കെ അനുകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ആൾക്കാർക്ക് ഡിമാൻഡ് കൂടുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതിനു മുമ്പും ഞാൻ യോഗ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടായിരുന്ന കുറച്ചുകൂടെ ഉള്ളൊരു ആൾക്കാർക്കുള്ളൊരു താല്പര്യം. അപ്പോഴ് തന്നെ പല രീതികളിലും നമ്മുടെ അധ്യാപകർ, അതായത് ഒരാഴ്ച
ട്രെയിനിങ് കഴിഞ്ഞ ഒരു അധ്യാപകരാണ്, 1 മാസം ട്രെയിനിങ് കഴിഞ്ഞ ഒരു അധ്യാപകരാണ്. ഇങ്ങനെ അധ്യാപകരുടെ സൃഷ്ടി കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ സാറിപ്പോൾ പറഞ്ഞതുപോലെ എവിടെ പോയാൽ ഒരു ജെന്യൂനായിട്ട് എനിക്ക് യോഗ പഠിക്കാം എന്നുള്ളത് സാധാരണ ജനങ്ങളിൽ ഒരു കൺഫ്യൂഷനായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ യോഗ പഠിപ്പിക്കുന്നത് ആദ്യകാലങ്ങളിൽ യോഗ പഠിപ്പിക്കണമെങ്കിൽ ഒരു വലിയ താടി ഉണ്ടാവണം, രുദ്രാക്ഷമാല ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്നൊക്കെ മാറി ആർക്കും യോഗ പഠിപ്പിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഒരു ഗവേണിംഗ് ബോഡിയോ അല്ലെങ്കിൽ ഒരു പിന്നെ നിർദ്ദിഷ്ടമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ പഠിപ്പിക്കാവൂ എന്നൊന്നും ഇതുവരെയായിട്ട് ഒരു ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ ആയിട്ടില്ല. ആയി വരുന്നുണ്ട്. ആയുഷ് മിനിസ്ട്രിയുടെ കീഴിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതൊന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ആർക്കും പഠിപ്പിക്കാം എന്നുള്ളത്. അപ്പോൾ പലരും എന്നെയും സമീപിക്കാറുണ്ട്, എന്ന് മുതൽ എനിക്ക് പഠിപ്പിച്ചു തുടങ്ങാം എന്ന് ചോദിച്ചുകൊണ്ട് പലരും വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും യോഗ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു യോഗയെക്കുറിച്ച് അറിയാത്ത ഒരാൾ വന്ന് ഇതായിരിക്കും യോഗ എന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ പറയുന്നത് അന്ധൻ ആനയെ കാണുന്നത് പോലെയാണ് പലരും യോഗയെ സമീപിക്കുന്നത്. അപ്പോൾ ഇന്ന് യോഗ ടീച്ചർ ആകണമെങ്കിൽ ബേസിക്കലി ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട എന്നുള്ളതാണ് സത്യം. എഡ്യൂക്കേഷൻ റെഗുലേഷൻ ഇല്ല ഇല്ലേ സർ? ഇല്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് ആയിരിക്കണം, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം. ഏതൊന്നിനും ഒരു ലൈസൻസ് ഉണ്ട് അല്ലെ? പക്ഷെ ഈ ഒരു മേഖലയിൽ വരുമ്പോൾ അങ്ങനെ ഒരു റെഗുലേഷൻ ഇല്ലെന്നാണോ സാർ പറയുന്നത്? അങ്ങനെ ഒരു റെഗുലേഷൻ ഇല്ല. അത് വരേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്. തീർച്ചയായും ഉണ്ട്. ഒരു നിർദ്ദിഷ്ട ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം യോഗ അധ്യാപനം അല്ലെങ്കിൽ അധ്യാപകനാകാൻ. ആ ക്വാളിഫൈഡ് ആളിന് തന്നെ നമ്മുടെ ബോഡി, അതായത് ഒരു ആയുഷിൻ്റെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാകണം. എത്രത്തോളം ഹൗ ഫാർ ഹി ഈസ് എലിജിബിൾ ടു ടേക്ക് ദ ക്ലാസ്സസ് എന്നുള്ളത് പ്രൂവ് ചെയ്തുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ. കാരണം യോഗ പഠിപ്പിക്കുമ്പോൾ ശരിക്കും ഒരു ഫിസിക്കൽ ട്രെയിനർ അല്ല നമ്മൾ അവിടെ. ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് മാത്രമാണ് നമ്മൾ യോഗ എന്നുള്ളൊരു രീതിയിലാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത്. അതെ. അപ്പം അതിൽ നിന്നൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗ ഫിലോസഫി അറിഞ്ഞിരിക്കണം, അനാട്ടമി അറിഞ്ഞിരിക്കണം, ഫിസിയോളജി അറിഞ്ഞിരിക്കണം, പാത്തോഫിസിയോളജി അറിഞ്ഞിരിക്കണം. ഒരുപാട് രോഗികളാണ്, ഒത്തിരി അസുഖക്കാരെ ഡോക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞു വിടുന്നത് നിങ്ങൾ യോഗയ്ക്ക് പോകൂ എന്ന് പറഞ്ഞിട്ടാണ്. ഇവരൊക്കെ എത്തിപ്പെടുന്നത് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗയ്ക്ക് നല്ലതിനേക്കാൾ കൂടുതൽ ചീത്തപ്പേരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഒരു പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് അവരെ അങ്ങനെ മേക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലെയിംസ് അങ്ങനെ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ ഇന്ന രോഗം, മറ്റേ എന്താ പറയുന്നത്, ചത്ത കോഴിയെ പറപ്പിക്കുന്ന അധ്യാപകരെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പലരും പരസ്യമൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നടുവേദനയുണ്ടോ? എൻ്റെ അടുത്ത് വരൂ. ക്യാൻസർ ഉണ്ടോ? എൻ്റെ അടുത്ത് വരൂ. കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ കുറച്ച് നാൾ മുമ്പ് ഒരു സംവാദം ഉണ്ടായിരുന്നു, ഞാൻ പങ്കെടുത്ത ദൂരദർശനിൽ. അവിടെ ഒരു അധ്യാപകൻ വന്നിരുന്ന് പറഞ്ഞത് ഞാൻ ക്യാൻസർ മാറ്റി കൊടുക്കാമെന്നാണ്. ഒരു ദൂരദർശൻ കാണുന്ന എല്ലാ ആൾക്കാരും അദ്ദേഹത്തിന് വിശ്വസിച്ച് പിറ്റേ ദിവസം പോയിട്ട് അവിടെ ക്യൂ നിൽക്കും അല്ലേ? അപ്പം അത്തരം വ്യാജമായിട്ടുള്ള അവകാശവാദങ്ങൾ നിലനിൽക്കുന്നവർ ഒന്നും അറിയില്ല. അപ്പോൾ അവതാരകൻ ചോദിച്ചു, സാറിൻ്റെ അടുത്ത് വന്ന ആർക്കെങ്കിലും മാറിയതായിട്ട് ഒരു ക്ലിയർ എവിഡൻസ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് അദ്ദേഹത്തിനെ നിലയ്ക്ക് നിർത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലെയിംസാണ് പാവപ്പെട്ട ആൾക്കാർ, അതായത് കൊളസ്ട്രോൾ കുറച്ച് കൊടുക്കാം, പ്രഷർ കുറച്ച് കൊടുക്കാം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് മുഴുവനും കുറച്ച് കൊടുക്കാം. ഇങ്ങനെ ക്ലെയിം വരുമ്പോഴത്തേക്ക് ശരിയായിരിക്കാം. അവിടെ ചെല്ലുമ്പോൾ ഒരാഴ്ചയൊക്കെ ചെയ്തിട്ട് ചോദിക്കും എല്ലാം കുറഞ്ഞില്ലേ? ഇങ്ങനെയുള്ള ക്ലെയിംസ് വന്നിട്ട് ഇപ്പോൾ ആൾക്കാർ, ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ ഒരുപാട് പേര് ഒരുപാട് ക്ലെയിംസുമായിട്ട്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു ആളിനെ ഒരു 10 മിനിറ്റിൽ കിടന്ന രോഗിയാണ്, ഇതേ എണീറ്റ് ഓടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കൊടുത്തിരിക്കുക. ആരാ ഇതൊക്കെ കണ്ടാൽ പോകാത്തേ? അപ്പോൾ ഇതൊരു വളരെ അത്യാവശ്യമാണ്. ഒരു റെഗുലേറ്ററി ബോഡി അതിൻ്റെ മേളിൽ വരണം, അവരുടെ യോഗ്യത നിശ്ചയിക്കണം. ഇപ്പം ആർക്കും എന്തും എടുക്കാവുന്ന ഒരു അവസ്ഥയിലാണ് യോഗ. അതൊന്ന് മാറി വരേണ്ടത് വളരെ അനിവാര്യമാണ്. സാർ, ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സാർ ഇപ്പം സൂചിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളുടെ അവസ്ഥയാണ്. അതെ. ഇപ്പൊ എനിക്കൊരു രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ അതിനൊരു മാറ്റം വരണം. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഒരു യോഗ അഭ്യസിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ അടുത്ത് ഞാൻ പോകുന്നത്. ഉം. ഇതിലുപരി ഒരു എക്സർസൈസിന്റെ ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്ക് ഉം. എൻ്റെ ജനറൽ ഹെൽത്ത് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ആ. ഇപ്പോൾ ഒട്ടനവധി കംപ്ലൈന്റുകൾ വരുന്നുണ്ട്, ഉം. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഉം. അതായത് അവരുടെ ഒരു ഹെൽത്തിന്, ജനറൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു യോഗാധ്യാപകന്റെ അടുത്ത് പോകുന്നു. ഉം. തെറ്റായ രീതിയിൽ ഈ പറയുന്ന യോഗ അഭ്യസിച്ചത് കൊണ്ട് അസുഖങ്ങൾ വരുന്നു. അതെ അതെ ഭേദമാക്കുന്നത് എന്നതിലുപരി അതെ ഒരു അതെ നോർമൽ ഹെൽത്ത് ഉം. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു വ്യക്തി ആ. തെറ്റായിട്ടുള്ള രീതിയിൽ അഭ്യസിച്ചത് കാരണം അവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വരും. അതെ അതെ അവിടെ അതെ സാർ ഈ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ 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 തെറ്റായ രീതിയിൽ ആസന, അതിനെപ്പറ്റി ഒന്ന് സാറിന് വിശദീകരിക്കാനായിട്ട് സാധിക്കുമോ? നമുക്കിപ്പോൾ ഒരു ആസന തന്നെ അല്ലെങ്കിൽ യോഗയിൽ പറഞ്ഞിരിക്കുന്ന എക്സർസൈസുകൾ ഉം. കൃത്യമായ രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉം. നമുക്ക് അത് ദോഷകരമായി എങ്ങനെ ഭവിക്കും എന്നുള്ളതിനെ പറ്റി സാറിനൊന്ന് പറയാനായിട്ട് സാധിക്കുമോ? അതിലോട്ടൊന്ന് അതെ തീർച്ചയായും അതിൻ്റെ കാര്യങ്ങളൊന്ന് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആസന പഠിക്കുന്ന കാലത്തെ അത് തെറ്റായി പഠിച്ചു തുടങ്ങി, പരിശീലിച്ചു തുടങ്ങി, അത് സ്ഥിരമായി ചെയ്യുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഒരാൾ വന്ന് ചോദിച്ചാണ്, ഞാൻ സ്ഥിരമായി ഭുജംഗാസന ചെയ്യാറുണ്ട്, ഭുജംഗാസന വളരെ നല്ലതാണ്, പിന്നെ ഇതിനൊന്ന് പറയുന്നു, നടുവേദനയ്ക്കെന്ന് പറയുന്നു, പക്ഷേ എനിക്ക് വ്യത്യാസമൊന്നുമില്ലല്ലോ എന്നോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, നിങ്ങൾ ആകെ ഭുജംഗാസന, ഇപ്പോൾ നമ്മൾ പുറകിലേക്ക് ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ഭുജംഗാസന. അപ്പം ശരിക്കും അവരുടെ അസുഖത്തിൻ്റെ കാരണം നോക്കണം. ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പെയിൻ കൂടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോർവേഡ് മൂവ്മെൻറ്റ് ഒന്ന് ശ്രമിച്ചു നോക്കൂ, സംടൈംസ് അതായിരിക്കാം നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഇതെവിടെയോ കേട്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നത്. ഭുജംഗാസനയിൽ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. മാത്രവുമല്ല എല്ലാവർക്കും എല്ലാം സ്യൂട്ടാവണമെന്നില്ല. ഇപ്പോൾ നടുവേദനയ്ക്ക് തന്നെ കാരണങ്ങൾ നിരവധിയാണല്ലോ. എല്ലാം ഒരു കോമൺ ഇതായിട്ട് നമ്മളെടുത്ത് ഒരാൾക്ക് തെറാപ്പി എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അവർക്ക് എന്ത് കാരണത്താലാണ് ഇത് വന്നിരിക്കുന്നത്, നല്ലൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് തേടിയതിന് ശേഷം മാത്രമേ അത് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഒരു യോഗ ഇൻസ്ട്രക്ടർ കടക്കാവൂ. യോഗ ഇൻസ്ട്രക്ടറിന് സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും അവർ പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങളൊരു നല്ല ഓർത്തോ ഫിസിഷ്യനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വരൂ, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് ഉപദേശം തേടിയിട്ട് വരൂ എന്ന് പറയേണ്ട ഒരു രീതി. പക്ഷേ നമ്മുടെ ആൾക്കാരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാറ്റിത്തരാം ഇനി പോരൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പോൾ ഈ കണ്ടിന്യൂസ് പ്രാക്ടീസ് അത് അവരെ ഗുണത്തിനേക്കാൾ ഏറെ ദോഷത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ചില ജോയിൻസൊക്കെ നമുക്ക് ഓവറായിട്ട് വിയർ ആൻഡ് ടിയർ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരേ രീതിയിൽ തന്നെ നമ്മൾ നിത്യവും അഭ്യസിക്കുകയാണ്, ഇതേ ആസന തന്നെ നിത്യവും റോങ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പോൾ അത് ഏത് ഫോമിലാണോ നമുക്ക് കിട്ടേണ്ടത് ആ ഫോമിലല്ല നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു നമ്മുടെ സ്പൈനൽ ട്വിസ്റ്റ് നടത്തുകയാണ്, സാധാരണ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞിരുന്നിട്ട് ആ സ്പൈനൽ ട്വിസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അത് ഗുണത്തിനേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അത് മേക്കൗട്ട് ചെയ്യാനുള്ളൊരു ഇത് ഇൻസ്ട്രക്ടറിന് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഭാവിയിൽ ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണല്ലോ, കണ്ടിന്യൂസ് പ്രാക്ടീസാണ്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും. അതായത് ഓരോ ചെറിയ ചലനം പോലും യോഗ ചെയ്യുമ്പോൾ വളരെ അധികം പ്രാധാന്യം അറിയിക്കുന്നു. നമ്മുടെ ബ്രീത്തിങ് എങ്ങനെയാണ്, ഏത് പൊസിഷനിലാണ് നമ്മൾ ശ്വാസം വിടേണ്ടത്, ശ്വാസം എടുക്കേണ്ടത്, നമ്മുടെ ബോഡിയുടെ പോസ്ചർ ഏതാണ്, ഇതെല്ലാം വളരെയധികം വൈദഗ്ധ്യമുള്ള ഒരു ഇൻസ്ട്രക്ടറിന്റെ കീഴിൽ തന്നെ യോഗ അഭ്യസിക്കേണ്ടതിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുകയാണ്. അല്ലേ സാർ? തീർച്ചയായിട്ടും സാർ. ഇപ്പോൾ തന്നെ പല യോഗ ഫോംസിലും ആദ്യത്തെ ദിവസം തന്നെ ചെന്ന ഉടനെ തന്നെ കപാലഭാതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യിക്കുവാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ ചെന്ന ആൾ ആകെ ഒന്ന് കുഴഞ്ഞു വീഴും. അപ്പോൾ ഇൻസ്ട്രക്ടർ പറഞ്ഞു കൊടുക്കുന്നത്, കണ്ടോ യോഗയുടെ എഫക്റ്റ് കണ്ടോ, അത് ഒരു ഹൈപ്പർ വെന്റിലേഷൻ്റെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. പക്ഷേ യോഗ ഇൻസ്ട്രക്ടർ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മാജിക് ഓഫ് യോഗ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, സാധാരണക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് യോഗയുടെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത് അജ്ഞത കൊണ്ട് പല ആൾക്കാരും പല എപ്പോഴും ഞാൻ എല്ലാ അധ്യാപകരോടും, എല്ലാ യോഗ അധ്യാപകരോടും ഉള്ളൊരു, ഇതിനെ ഒരു ജീവിത ഉപാധിയായിട്ട് നിങ്ങൾ എടുക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സുകളിൽ പഠിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം,
ഇത് നിങ്ങളൊരു ജീവിത മാർഗ്ഗമല്ല. നിങ്ങൾക്കറിയാവുന്നത് പകർന്നു കൊടുക്കുക, പക്ഷെ നിങ്ങൾ ഓരോ കാര്യങ്ങളും ക്ലെയിം ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു അവരെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻസ്. അതാണ് സാർ നേരത്തെ പറഞ്ഞ ഒരു റെഗുലേറ്റിംഗ് ബോഡി ഇതിന് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.